ദൈവനാമം മഹത്വപ്പെടട്ടെ. ചില മനുഷ്യർക്ക് പള്ളിക്ക് അകത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല, പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല, വേദപുസ്തകം വായിക്കാനായിട്ട് പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 44-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാനായിട്ട് കഴിയുകയില്ല. പിതാവായ ദൈവത്തിന്റെ ആകർഷണമില്ലാതെ ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലതും സാധിക്കുന്നത്. നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഒരു ആകർഷണം വേണം. അതോടൊപ്പം തന്നെ കർത്താവ് പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. ഇത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രതിപാദ്യ വിഷയമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വിശപ്പ് അയാളെ പിടിക്കുകയില്ല കേട്ടോ. നമ്മുടെ ശരീരം ബലഹീനമാണ്, എന്നാൽ കർത്താവിന്റെ ശരീരം വിശുദ്ധ കുർബാന ബലമുള്ളതാണ്. വിശുദ്ധ കുർബാന അനുദിനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബലഹീനമുള്ള ശരീരത്തിലെ എല്ലാ വിശപ്പുകളും അസ്തമിക്കും. വിശുദ്ധ കുർബാന തീയായി മാറും. ആയതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കണമേ. സ്വർഗത്തിലെ പിതാവ് ആകർഷിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.